പ്രൈസ് ദി ലോർഡ്. ബ്ലെസ്സിംഗ് കർണാടക TV പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ എപ്പിസോഡ് എല്ലാവർക്കും അനുഗ്രഹവും വിടുതലുമായിരുന്നുവെന്ന് അറിയുവാൻ സാധിച്ചതിൽ ദൈവത്തിന് സ്തോത്രം. ഇനി ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മധ്യത്തിൽ നിൽക്കുവാൻ എൻ്റെ ദൈവം കൃപ ചെയ്ത കൃപയ്ക്കാകി സ്തോത്രം. ഇനി ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ഇഷ്ടപ്പെടുന്ന വിഷയം, ദൈവം ചിലരെ പേര് ചൊല്ലി വിളിക്കുന്നു. ബൈബിളിനകത്ത് അനേകരെ പേര് ചൊല്ലി വിളിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുകയും കാണുകയും ചെയ്യുന്നു. അത് ആരൊക്കെയാണെന്ന് എല്ലാവരുടെയും പേര് പറയാനൊക്കത്തില്ല, കുറച്ച് പേരുടെ പേര് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഉൽപ്പത്തി 22-ാം അധ്യായം 1-ാം വാക്യം, 11-ാം വാക്യം, 15, 16-ാമത്തെ വാക്യം. 1-ാമത്തെ വാക്യത്തിനകത്ത്, അതിൻ്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു. മകനെ യാഗം അർപ്പിക്കുന്നതിനാണ് അബ്രഹാമിനെ വിളിച്ചത്. പ്രിയ മക്കളെ, ദൈവത്തിന് എല്ലാവരുടെയും പേരറിയാം. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ, ജനിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാവർക്കും അവനവൻ്റെ അപ്പനും അമ്മയും എന്ത് പേരിടുന്നെന്ന് വരെയും അവരെവിടെ താമസിക്കണമെന്നും ആരായി തീരണമെന്നും എങ്ങനെ ആയിരിക്കണമെന്നും എല്ലാം ദൈവത്തിന് അറിയാം. ദൈവത്തിന് മറവായത് ഒന്നുമില്ല. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിൻ്റെ മുമ്പിൽ ആർക്കും ഒന്നും മറച്ചു വയ്ക്കാനായിട്ട് ഒക്കത്തില്ല. അതുപോലെ അപ്പനും അമ്മയും പേരിടുന്നതിന് മുമ്പ് തന്നെ ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും പേര് അറിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളാണേൽ ഓരോരുത്തരോട് ചോദിക്കും, നിൻ്റെ പേരെന്താണെന്ന്. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ, അല്ലെ 1 മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ, അല്ലെ പിറ്റേ ദിവസം അവരുടെ പേര് നമ്മളങ്ങ് മറന്നു പോകും. പക്ഷേ നമ്മുടെ ദൈവം ഒരിക്കലും മറക്കുന്ന ദൈവമല്ല. നമുക്ക് അതുപോലെ തന്നെ ആദ്യം അബ്രഹാമിനെ വിളിച്ചത് മകനെ യാഗം അർപ്പിക്കുന്നതിന് വേണ്ടിയാണ്. നീ മകനെ യാഗം അർപ്പിക്കണം, എനിക്ക് വേണ്ടി യാഗം അർപ്പിക്കണം എന്ന് ദൈവം അബ്രഹാമിനെ പരീക്ഷിക്കുകയായിരുന്നു. പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് വിളിച്ചത്. അതുപോലെ തന്നെ 11-ാമത്തെ വാക്യത്തിൽ, 11-ാമത്തെ, ഉടനെ യഹോവയുടെ ദൂതൻ ആകാശത്തു നിന്ന് അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചു. ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു. ബാലൻ്റെ മേൽ കൈവയ്ക്കരുത്, അവനോട് ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. പ്രിയ മക്കളെ, 11-ാമത്തെ വാക്യത്തിൽ അബ്രഹാം തൻ്റെ മകനെ യാഗപീഠമെല്ലാം റെഡി ചെയ്ത് തൻ്റെ മകനെ അതിന്മേലെ കിടത്തി, കാലും കൈയും കിടത്തി കഴിഞ്ഞപ്പോൾ ചാക്കു അവൻ പിച്ചാത്തി കയ്യിലെടുത്ത ഉടനെ മേളിൽ നിന്ന് ആകാശവാണി, അബ്രഹാമേ അബ്രഹാമേ ബാലൻ്റെ മേൽ കൈവയ്ക്കരുത്. അങ്ങനെ 2 പ്രാവശ്യം അബ്രഹാമിനെ വിളിക്കുന്നു. വീണ്ടും 15, 16 വാക്യത്തിനകത്ത് യഹോവയുടെ ദൂതൻ 2ാമതും ആകാശത്ത് നിന്ന് അബ്രഹാമിനോട് വിളിച്ചരുളി ചെയ്തത്, നീ കാര്യം ചെയ്തു. ഏത് കാര്യമാ? മകനെ ദൈവത്തിന് യാഗം അർപ്പിക്കാൻ കൊണ്ടുപോയതും അവൻ യാഗപീഠത്തിന്മേൽ കിടത്തിയതും എല്ലാം അവൻ ചെയ്തു. നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായി കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. അവനെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം വീണ്ടും അവനെ വിളിച്ചത്. അബ്രഹാം ദൈവശബ്ദം കേട്ട് ദൈവത്തെ അനുസരിച്ചപ്പോൾ ദൈവം അവനെ ഏറ്റവും കൂടുതലായിട്ട് ആത്മീയമായും ഭൗമികമായും അവനെ അനുഗ്രഹിച്ചു. അനുഗ്രഹം എല്ലാവർക്കും വേണം. പക്ഷേ ദൈവത്തിൻ്റെ വാക്യം അനുസരിച്ച് ആർക്കും ജീവിക്കാൻ ഇഷ്ടമില്ല. വചനം എന്നിലും ഞാൻ ദൈവത്തിലും വസിക്കണം എന്ന് വരികിൽ മാത്രമേ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കത്തുള്ളൂ. അതുപോലെ തന്നെ എല്ലാവരെയും ദൈവം കൈ നീട്ടി വിളിക്കുകയാണ്. എങ്ങനെയാണ് കൈ നീട്ടി വിളിക്കുന്നത്? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം കൈ നീട്ടി വിളിക്കുകയാണ്.
പക്ഷെ ആർക്കും വരാൻ ഇഷ്ടമില്ല. ആർക്കും വരാൻ ഇഷ്ടമില്ല. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാവുന്ന കർത്താവ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആർക്കും വരാൻ ഇഷ്ടമില്ല. 90% വരാൻ ഇഷ്ടമില്ല. എന്താ വരാൻ ഇഷ്ടമില്ലാത്തത്? അവൻ്റെ ഇഷ്ടപ്രകാരം. എല്ലാവർക്കും അനുഗ്രഹം വേണം. വചനാനുസരണം ജീവിക്കുവാൻ ആർക്കും ഇഷ്ടമില്ല. നിന്നെ ദൈവം ആത്മീയമായും ഭൗമികമായും അനുഗ്രഹിക്കണം. അയ്യോ, അവരൊന്നും ദൈവത്തെ കണ്ടില്ലല്ലോ, എന്നിട്ട് അവർ നോക്കിയേ, അവർക്ക് 2 നില കെട്ടിടം, ഫ്ലാറ്റ്, 3-4 കാറ്, അങ്ങനെ ഇങ്ങനെ എന്ന് പറയും. മക്കളെ, അതൊന്നും നിങ്ങൾ നോക്കരുത്. നമുക്ക് വേണ്ടി ഇത് നിത്യജീവനാണ്, നിത്യരാജ്യമാണ്. അല്ലാതെ നമുക്ക് ഫ്ലാറ്റും നമുക്ക് ഭയങ്കര തോട്ടവും ഭയങ്കര 3-4 കാർ, അതൊക്കെ ദൈവം തരും, തീർച്ചയായിട്ടും തരും. ഞാൻ അനുഭവസ്ഥയാണ്. ദൈവം തരും, ദൈവം തരാതിരിക്കത്തില്ല. നമ്മൾ ദൈവസന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി. പ്രാർത്ഥിക്കുകയും വചന അനുസരണമായി ജീവിക്കുകയും, അതുപോലെ തന്നെ നമ്മൾ ദൈവത്തെ സ്വന്തം രക്ഷകനാക്കി സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മൾ സ്നാനപ്പെടണം. അത് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കണം. ആ അഭിഷേകം പ്രാപിച്ച് കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുകയും അതുപോലെ തന്നെ പരിശുദ്ധരായി ജീവിക്കുകയും ചെയ്യണം. എന്ന് വരികിൽ ദൈവം ആത്മീയമായും ഭൗമ്യമായും ദൈവം അനുഗ്രഹിക്കും. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചല്ലേ, അതുപോലെ നമ്മളെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കും. ഇനി അതുപോലൊരു വിഷയം കൂടെ നമുക്ക് നോക്കാം. ദൈവം പേര് ചൊല്ലി വിളിച്ച ഒരു വ്യക്തിയെ നമുക്ക് നോക്കാം. ഹാഗറിനെ പേര് ചൊല്ലി വിളിച്ചു. ഉൽപ്പത്തി 16-ാം അധ്യായം 8-ാമത്തെ വാക്യം. ഹാഗറിനെ ദൈവം പേര് ചൊല്ലി വിളിക്കുകയാണ്. സാറയുടെ ദാസിയായ ഹാഗറെ, നീ എവിടെ നിന്ന് വരുന്നു? എവിടേക്ക് പോകുന്നു? ഹാഗറെ, നീ എവിടെ നിന്ന് വരുന്നു? എവിടേക്ക് പോകുന്നു? നോക്കേ, സാറയുടെ ദാസിയായ ഹാഗറിലെ ദൈവത്തിന് മറവായത് എന്തെങ്കിലും ഉണ്ടോ? ഈ ഹാഗറിനെ ദൈവം പേര് ചൊല്ലി വിളിക്കുകയാണ്. ഈ സാറായുടെ കുടുംബത്തിൽ ഈ ഹാഗർ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവക്ക് അഹങ്കാരം വർദ്ധിച്ചു കാണും. അവിടെ യജമാനത്തിയെ അവൾ ഒരുമാതിരി രീതി നോക്കുകയും കളിയാക്കുകയും ഒരുമാതിരി അവളോട് ഇടപെട്ട് കാണും. അപ്പോഴത്തേക്ക് അവിടെ അസമാധാനമായപ്പോൾ സാറിലെ വിട്ടിട്ട് ഹാഗർ ഓടിപ്പോവാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ ആകാശവാണിയായി അവക്ക് പ്രത്യക്ഷമായിട്ട് അവളോട് ചോദിക്കുകയാണ്, നീ എവിടെ നിന്ന് വരുന്നത് എവിടുന്നാണെന്ന് ദൈവത്തിന് അറിയത്തില്ലേ? അറിയാം, ഇവിടെ വായിൽ കൂടെ പറയണം. ഉടനെ അവൾ പറയുന്നു, എൻ്റെ യജമാനത്തിയായ സാറെ വിട്ട് ഞാൻ ഓടിപ്പോവുകയാണെന്ന്. ഉടനെ ദൈവത്തിൻ്റെ ദൂതൻ അവളോട് പറയുന്നു, നീ തിരിച്ചു പോയി നിന്റെ യജമാനത്തിക്ക് കീഴടങ്ങിയിരിക്കാൻ പറയുന്നു. അവൾ അങ്ങനെ കീഴടങ്ങിയിരുന്നു. ഒരു കൊച്ചായി, ആ കൊച്ചുമായി കഴിഞ്ഞ് കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ, ഇത് 86-ാമത്തെ അബ്രഹാമിൻ്റെ 86-ാമത്തെ വയസ്സിലാണ് ഹാഗർ പ്രസവിച്ച് ഇസ്മായേലിനെ. ആ ഇസ്മായേൽ അങ്ങനെ ആ വീട്ടിൽ വളർന്നു. പക്ഷെ ആ വീട്ടിൽ സമാധാനമില്ല. വാഗ്ദത്ത സന്തതി ജനിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ അവകാശം ഇവിടെ കുഞ്ഞിന് കൊടുക്കണമല്ലോ, ഇവളെ വെളിയിലാക്കെന്ന് അബ്രഹാം ജോലിയും വേലയും കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ സമാധാനം കൊടുക്കത്തില്ല. അതുപോലെ അബ്രഹാമിൻ്റെ നേരെ സാറള് ഭയങ്കര ബഹളം വയ്ക്കും. അബ്രഹാം ഒന്നും കേട്ടില്ലാപ്പെടുത്തി നടന്നു. അങ്ങനെ ഒരു ദിവസം രാത്രി ദൈവം അബ്രഹാമിനോട് പറയുന്നു, അബ്രഹാമേ, ദാസിയെയും മകനെയും വെളിയിലാക്കാൻ പറയുന്നു. അങ്ങനെ രാവിലെ വെള്ളവും കുറെ അപ്പവും കൊടുത്ത് അവളെ പറഞ്ഞു വിടുകയാണ്. അങ്ങനെ പറഞ്ഞു വിട്ട് അവൾ ബെർശേബ മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ്. വെള്ളമില്ല, കഴിക്കാനൊന്നുമില്ല. ആ മരുഭൂമിയിൽ അവിടെ കൊച്ചിനെ ഒരു കുറ്റിക്കാടിൻ്റെ ചുവട്ടിൽ കടത്തിയിട്ട് അവൾ ഒരു അമ്പാട് ദൂരത്തിൽ പോയിരുന്ന് കരയുകയാണ്. എനിക്ക് ഗതികേട് വന്നല്ലോ. പക്ഷേ മകൻ കരഞ്ഞത് ഞാൻ ബൈബിൾ വായിക്കുമ്പോഴല്ല എൻ്റെ മനസ്സിൽ വരുന്നത്, എനിക്കൊരു ജന്മം തന്നെങ്കിൽ
ഞാൻ ഈ മരുഭൂമിയിൽ മരിക്കരുത് കർത്താവേ എന്നും പറഞ്ഞ് അവൻ കരഞ്ഞു കാണും. പക്ഷേ അവൻ കരഞ്ഞ കരച്ചില് ദൈവം കേട്ടു. ഹാഗർലേ, ഹാഗർലേ, എഴുന്നേറ്റ് മകനെ പോയി താങ്ങി എഴുന്നേൽപ്പിക്കാൻ പറയുന്നു. അങ്ങനെ മകനെ താങ്ങി എഴുന്നേൽപ്പിച്ചപ്പോൾ അവിടെ ആത്മീയ കണ്ണ് തുറന്നു. മരുഭൂമിയിൽ എന്ത് കിട്ടുന്നു? നീരുറവയെ കിട്ടുന്നു. നീരുറവെ. ആ നീരുറവ പിടിച്ച് കുഞ്ഞിനെ കുടിപ്പിച്ച് കുഞ്ഞിൻ്റെ മുഖം കഴുകി അവളും കുടിച്ച് അവിടെ മുഖം കഴുകി കാണും. പ്രിയ മക്കളെ, ഹാഗറിനെ ദൈവം വിളിക്കുന്നു. ഹാഗർലേ, ഹാഗർലേ. നോക്ക്, ദൈവത്തിന് ആരുടെ പേര് മറവല്ല. അബ്രഹാമിനെ വിളിക്കുന്നു. അബ്രഹാമേ, അബ്രഹാമേ. അതുപോലെ തന്നെ ഇനി ഒരു വ്യക്തിയെ നമുക്ക് നോക്കാം. സക്കായിയെ വിളിക്കുന്നത് ലൂക്കോസ് 19-ാം അധ്യായം 5-ാമത്തെ വാക്യം. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ, വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞു. പ്രിയ സഹോദര സഹോദരി, യേശു ക്രിസ്തുവും ജനങ്ങളും ശിഷ്യന്മാരും എല്ലാം ഭയങ്കര ജനാവലി വന്നുകൊണ്ടിരിക്കുമ്പോൾ സക്കായിക്ക് അവൻ കുരുടനാണ്. അവൻ ചെറിയ ഒരു 2.5 അടിയോ 3 അടിയോ കാണും, അത്രേ ഉള്ളവന്. അവനക്ക് ദൈവത്തെ കാണണമെന്ന്, യേശുവിനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഉടനെ അവൻ ഈ ജനങ്ങളുടെ മധ്യത്തിൽ പോയാൽ ജനങ്ങളെല്ലാം കൂടി അവനെ ചവിട്ടി സമ്മന്തിയാക്കുമെന്ന് അവൻ അറിയാം. അതിനവൻ എന്ത് ചെയ്തെന്നറിയാമോ? മുമ്പോട്ടോടി ഒരു ഭയങ്കര ആലിൻമരം റോഡ് സൈഡിൽ നിൽപ്പുണ്ടായിരുന്നു. ആ ആലിൻമരത്തിൻ്റെ മുകളിൽ കയറി, എന്നെ ആരും കാണരുത്, എനിക്ക് യേശുവിനെ കാണണം. അവൻ്റെ ജീവിതത്തിൽ അവന് ഭയങ്കര ഒരാശ അവൻ്റെ ഹൃദയത്തിൽ അങ്ങനെ ജ്വലിച്ചോണ്ടിരുന്നു. ഇത്രയും നാളും അവന് ആശ വന്നില്ല. അവൻ്റെ സക്കായി എന്ന പേരിൻ്റെ അർത്ഥം തന്നെ പരമാർത്ഥൻ എന്നാണ്. ആ പരമാർത്ഥനായ വ്യക്തി അവൻ പരമാർത്ഥതയോടെ ജീവിച്ചില്ല. അവനെ എരികോവിലെ ഭയങ്കര എരികോം പട്ടണത്തിലെ ചുങ്കം പിരിക്കുന്നതിൽ പ്രധാന സ്ഥലമാണ് എരികോ. അതിൻ്റെ പ്രമാണി സക്കായി ആയിരുന്നു. അതിൻ്റെ പ്രമാണി ആരാണെന്നറിയാവോ? സക്കായി ആയിരുന്നു. യേശുവിൻ്റെ യെരുശലേമിലോട്ടുള്ള യാത്രയിൽ എരികോ നഗരത്തിലെത്തി. അവിടെ ഈന്തപ്പനയാണ്. എരികോ നഗരത്തിൽ ഏറ്റവും കൂടുതൽ വിളയുന്നത് ഈന്തപ്പനയാണ്. ആ പട്ടണത്തിന്, എരികോ പട്ടണത്തിന് ഈന്തപ്പനയുടെ നഗരമെന്നാണ് അറിയപ്പെടുന്നത്. ഈന്തപ്പനയുടെ നഗരമെന്നാണ് അറിയപ്പെടുന്നത്. എരികോ നഗരം അറിയപ്പെടുന്നു. സക്കായി എന്ന വാക്കിന് നിഷ്കളങ്കൻ എന്നാണ് അർത്ഥം. പക്ഷേ അവൻ നിഷ്കളങ്കനായിട്ടാണോ ജീവിച്ചത്? അവൻ 5 രൂപ പിരിക്കേണ്ടിയിടത്ത് 500 രൂപ പിരിക്കും. 500 രൂപ പിരിക്കേണ്ടിയിടത്ത് അവൻ 5000 രൂപ പിരിക്കും. അങ്ങനെ അവൻ അന്യായമായിട്ട് ഭയങ്കര പണക്കാരനായി. അവിടെ ആ ദേശത്തുള്ള ഒരു വ്യക്തിക്ക് പോലും ഇവനെ കണ്ടാലാകത്തില്ല. ഇവൻ ആ മരത്തിന് മണ്ടേ കയറിയിരുന്ന്, എനിക്ക് യേശുവിനെ കാണണം, എന്നെ ആരും കാണല്ലെന്നും കണ്ട് അവൻ കയറി പമ്മി പിടിച്ച് അങ്ങനെ മരത്തിലിരിക്കുകയാണ്. യേശു ക്രിസ്തു ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. മരത്തിൻ്റെ ചുവട്ടിൽ വന്ന ഉടനെ യേശു ക്രിസ്തു മരത്തിൻ്റെ മേൽ നോക്കിയിട്ട്, സക്കായിയെ, വേഗം ഇറങ്ങി വാ. ഇറങ്ങി വാ എന്നല്ല പറഞ്ഞത്, വേഗം ഇറങ്ങി വാ, ഞാൻ നിന്റെ വീട്ടിൽ വസിക്കേണ്ടതാകുന്നു. അയ്യോ, അപ്പോഴത്തേക്ക് അവിടെ അങ്ങ് കുശുകുശുപ്പും പറച്ചിലും ഭയങ്കര ബഹളം. ഇവൻ വലിയ പ്രവാചകനല്ലേ, ഇവൻ ആരായിരുന്നെന്ന് അറിയാമായിരുന്നെങ്കിൽ അവൻ്റെ വീട്ടിൽ താമസിക്കുമോ? ഇവിടെ എത്രയോ നല്ലവരുണ്ട്, ഇവരുടെ വീട്ടിൽ താമസിക്കാൻ അറിയത്തില്ലേ? പ്രിയ മക്കളെ, നമ്മുടെ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നത് പാപികളെ രക്ഷിക്കാനാണ്. പാപികളെ തേടിയാണ് വന്നത്. നീതിമാന്മാരെ തിരക്കി വന്നില്ല. ദൈവം പാപികളെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ ലോകത്തിൽ വന്നത്. എൻ്റെ യേശു എൻ്റെ പാപത്തിനു വേണ്ടി, എൻ്റെ രോഗത്തിനു വേണ്ടി, എൻ്റെ ശാപത്തിനു വേണ്ടി
ഈ ലോകത്തിൽ ഒരു തൊട്ട് രക്തമില്ലാതെ നമുക്ക് വേണ്ടി ഒഴുക്കി മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ നീതിവന്തരാണ്, എന്നിക്കഴിഞ്ഞ് ആരുമില്ല. ആ പരീശൻ പ്രാർത്ഥിച്ചതുപോലെ നിങ്ങൾ പ്രാർത്ഥിക്കണ്ട. ഞാൻ ഒന്നുമില്ല കർത്താവേ, ഞാൻ ഒന്നുമില്ല, ഞാൻ പാപിയാണ്, നീ എന്നെ രക്ഷിക്കണമേ, നിന്റെ രക്തത്താൽ എന്നെ കഴുകണമേ. അവനെ സക്കായി അവനെ ഇറങ്ങി വന്ന ഉടനെ നീ അന്യായക്കാരനാണ്, നീ മോശക്കാരനാണ്, നീ അങ്ങനത്തവനാണ്, നീ ഇങ്ങനത്തവനാണ്, ഒന്നും യേശു പറഞ്ഞില്ല, യാതൊന്നും പറഞ്ഞില്ല. ഇന്ന് ഞാൻ നിന്റെ വീട്ടിലാണ് വസിക്കുന്നതെന്ന് മാത്രം പറഞ്ഞുള്ളൂ. അപ്പോഴത്തേക്ക് അവന് പാപബോധം വന്നു. ഭയങ്കര പാപബോധം ഉണ്ടായിട്ട് അവൻ പറയുന്നു, ഞാൻ അന്യായമായി മേടിച്ചതിൻ്റെ 4 ഇരട്ടി ഞാൻ തിരിച്ചു കൊടുത്തേക്കാം, എൻ്റെ വീടിൻ്റെ പകുതി ഞാൻ പാവപ്പെട്ടവർക്ക് ദാനം ചെയ്തേക്കാം. അവൻ ഓരോന്നും ഇങ്ങനെ ദൈവത്തോട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രിയ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദൈവം യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ 10 വയസ്സ് മുതൽ ഇന്ന് വരെ ചെയ്ത എല്ലാ കാര്യങ്ങളും ഓരോന്നും ഓർത്ത് ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിക്കണം. കർത്താവേ, എന്നിൽ ഇന്ന പാകപ്പിഴകൾ വന്നു പോയിട്ടുണ്ട്, നീ ക്ഷമിക്കണം. ഞാൻ കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കള്ളം പറഞ്ഞിട്ടുണ്ട്, കള്ളം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ കള്ളം ചെയ്തിട്ടുണ്ട്. എന്ത് നിൻ്റെ ജീവിതത്തിൽ നീ ചെയ്തിട്ടുണ്ടോ അതെല്ലാം പറഞ്ഞ് നീ കരഞ്ഞ് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും ധാരാളമായിട്ടും അനുഗ്രഹിക്കും. അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 15-ാമത്തെ വാക്യം, യേശു ശീമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവനിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. ശീമോനെ കർത്താവ് വിളിക്കുന്നത് നീ എന്നെ സ്നേഹിക്കുന്നോ എന്ന് ചോദിക്കാനാണ്. സ്നേഹിക്കുന്നുവെങ്കിൽ നീ എൻ്റെ വേല ചെയ്യുവാനാണ് കർത്താവ് പറഞ്ഞത്. അതുപോലെ കർത്താവ് നമ്മളോടും ചോദിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നോ എന്ന്. പ്രിയ മക്കളെ, നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം? കർത്താവിൻ്റെ വേല ചെയ്യണം. വേല ചെയ്യാൻ അങ്ങ് ലോകം മുഴുവനും ഒന്നും പോകണ്ട. നിങ്ങൾക്കറിയാവുന്ന രീതിയിൽ ട്രാക്ട്സ് കൊടുക്കുക, ന്യൂ ടെസ്റ്റ്മെൻ്റ് കൊടുക്കുക, നിങ്ങളുടെ അനുഭവ സാക്ഷ്യം നിങ്ങൾ മറ്റുള്ളവരോട് പറയുക. എനിക്ക് സുഖമില്ലായിരുന്നു, എനിക്ക് യേശു ആരെന്നു പോലും അറിയത്തില്ലായിരുന്നു, യേശു എൻ്റെ ഹൃദയത്തിൽ ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞ് ഞാൻ ജീവിക്കുന്നെങ്കിൽ കർത്താവേ നിനക്ക് വേണ്ടി ജീവിക്കും, മരിക്കുന്നെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി മരിക്കും, എന്നെ ഒരു ഉത്തമ സാക്ഷിയായി നീ നിർത്തണമെന്ന് ഒന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കേ മക്കളെ. പ്രാർത്ഥിച്ചാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും. അതുപോലെ നിങ്ങൾ മറ്റുള്ളവർക്ക് സാക്ഷ്യമുള്ളവരാകി നിങ്ങൾ ജീവിക്കണം. എൻ്റെ വേല ചെയ്യുക. നമ്മളെ രക്ഷിച്ച കർത്താവിൻ്റെ കാര്യം നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവരോട് പറയണം. ഏതെല്ലാം വിധത്തിലാണ് ദൈവം നമ്മളെ രക്ഷിച്ചിരിക്കുന്നത്. പാപത്തിൽ നിന്നും, ശാപത്തിൽ നിന്നും, രോഗത്തിൽ നിന്നും എല്ലാം നമ്മളെ ദൈവം രക്ഷിച്ചു. എന്തിനാണ് രക്ഷിച്ചത്? നമുക്ക് നിത്യജീവൻ തരുന്നതിന് വേണ്ടി. നിത്യജീവൻ തരുന്ന ഒരു ദൈവം ഉണ്ടെന്ന് നിങ്ങൾ എല്ലാവരോടും പറയണം. നിനക്ക് ആ നിത്യജീവൻ്റെ അനുഭവം കിട്ടിയിട്ടുണ്ടെങ്കിൽ നീ മറ്റുള്ളവരോടും പറയണം നിത്യജീവൻ്റെ അനുഭവം. കർത്താവിനെ ഇങ്ങനെയെല്ലാം അനുഗ്രഹിച്ചു പറയണം. ഒന്നും മൂടി വെക്കരുത്. വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലോ കട്ടിൻ കീഴിലോ അല്ല വെക്കുന്നത്. വിളക്ക് എവിടെയാണ് വെക്കുന്നത്? ഒരു തണ്ടിന്മേലെ, ഒരു മേശപ്പുറത്ത് വെച്ചാൽ ആ മുറിയിൽ എല്ലാവർക്കും കാണാം. ഇങ്ങനെ ഒരു ഇടത്ത് വെച്ചാൽ എല്ലാവർക്കും വിളക്ക് കിട്ടും എന്ന് പറഞ്ഞ പോലെ നീ ഒരു സ്ട്രീറ്റ് ലൈറ്റായിട്ട് അനേകർക്ക് പ്രയോജനമുള്ള ഒരു മകനായിട്ട് നമ്മൾ ഓരോരുത്തരും ജീവിക്കണം. അതുപോലെ തന്നെ മോശ പുറപ്പാട് 3-ാം അധ്യായം 4-ാമത്തെ വാക്യം, മോശ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപടർപ്പിൻ്റെ നടുവിൽ നിന്ന് അവനെ മോശേ മോശേ എന്ന് വിളിച്ചു. പ്രിയ മക്കളെ, മോശ അവൻ്റെ അമ്മായിപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട്
നിൽക്കുകയാണ്. മുൾപ്പടർപ്പിൽ ഭയങ്കര തീ കത്തുകയാണ്, ഓളി കത്തിക്കൊണ്ടിരിക്കുകയാണ്. അവൻ ആടുകളെ എല്ലാം വിട്ടിട്ട് അവൻ അടുത്ത് വന്നു. അടുത്ത് വന്ന ഉടനെ ദൈവം അവനെ വിളിക്കുന്നു, മോശേ മോശേ, നിന്റെ കാലിലെ ചെരുപ്പ് അഴിച്ചു മാറ്റുക, ഇത് വിശുദ്ധ ഭൂമിയാകുന്നു. ദൈവം പരിശുദ്ധനാണ്. പരിശുദ്ധനായ ദൈവത്തിൻ്റെ അടുത്ത് പരിശുദ്ധതയോടെ നമ്മൾ വരണം. പരിശുദ്ധതയോടെ വന്നെങ്കിൽ മാത്രമേ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കത്തുള്ളൂ. മോശയുടെ അമ്മയുടെ വയറ്റിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ ദൈവം അവനെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ദൈവ പ്രവാചകനാണ്. എല്ലാവർക്കും അത് അറിയാവുന്നതാണ്. മോശയുടെ ജനനം, മോശ വളർന്നത്, 40 വർഷം ഫറവോൻ്റെ വീട്ടിൽ ഫറവോൻ്റെ മകളുടെ വളർത്തു മകനായിട്ട് 40 വർഷം അവിടെ കഴിഞ്ഞു. 40 വർഷം അവൻ്റെ അമ്മായിയപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് നടന്നു. അത് കഴിഞ്ഞ് അവൻ 40 വർഷക്കാലം ദൈവം എന്തിനാണ് ഇവനെ വിളിച്ചത്? മോശയെ എന്തിനു വിളിച്ചു? മോശയെ വിളിച്ചത് അവൻ്റെ അയ്യൂപ്ത ദേശത്ത് മിസ്രൈമ്യരുടെ മധ്യത്തിൽ ഇസ്രായേൽ മക്കളുടെ കണ്ണുനീരും മുറയും ദൈവത്തിൻ്റെ ചെവിയിൽ എത്തിയിരിക്കുകയാണ്. അവിടെ നിന്നും അവരെ വിളിച്ചോണ്ട് വരുന്നതിന് മോശെ നിയമിക്കുകയാണ്. മോശെ പ്രിയ മക്കളെ, എല്ലാവരുടെയും പേര് ദൈവത്തിനറിയാം. എല്ലാവരുടെയും ദൈവത്തിന് മറവായത് ഒന്നുമില്ല. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവത്താൽ കഴിയാത്തത് ഒന്നുമില്ല. അങ്ങനെ അനേകരുടെ പേര് ദൈവം വിളിച്ചിരിക്കുന്നു. എനിക്ക് സമയക്കുറവിനാൽ ഞാൻ നിർത്തുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞല്ലോ, ഒരു കൊച്ചിന് കണ്ണ് കാണുന്നില്ല എന്നും പറഞ്ഞ് ഫോൺ വന്നെന്ന്. എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് വീണ്ടും ഇന്നലെ അവരെന്നെ ഫോൺ ചെയ്ത് വിളിച്ചു പറഞ്ഞു. ആരെല്ലാം കണ്ണ് വരത്തില്ലെന്നും പറഞ്ഞ് ഡോക്ടർമാർ പറഞ്ഞു, അവരുടെ എല്ലാം അടുത്ത കൊച്ചിനെ കൊണ്ട് പോയി കണ്ണ് കാണുന്നവനായിട്ട് നിർത്തി സാക്ഷി പറയിപ്പിച്ചിട്ട് എന്നിട്ട് വന്നു. അതാണ് ഒരു ദൈവ പൈതലിൻ്റെ ലക്ഷണം. അവരുടെ അപ്പനും അമ്മയും ഡോക്ടർമാരെ എത്ര ആശുപത്രിയിലെ ഇവൻ്റെ തല ഇങ്ങനെ പൊട്ടി കീറിപ്പോയത് കൊണ്ട് അതിനകത്തുനിന്ന് ഞരമ്പ് വന്നിരിക്കുന്നതുകൊണ്ട് കണ്ണിൻ്റെ കാഴ്ച പോയി. ഇനി ഒരിക്കലും ഇനി വലത്തുവശത്തെ കണ്ണിന് കാഴ്ച കിട്ടത്തില്ല എന്ന് പറഞ്ഞ ഡോക്ടർമാരുടെ അടുത്ത് നമ്മുടെ ദൈവം സൃഷ്ടികർത്തനാണ് മക്കളെ. സൃഷ്ടി ചെയ്ത ദൈവം അവൻ്റെ സ്വരൂപത്തിലും അവൻ്റെ ഛായയിലുമാണ് നമ്മളെ സൃഷ്ടി ചെയ്തിരിക്കുന്നത്. ഞാൻ ഇവിടെ കിടക്കുന്നു, അവരെവിടെ കിടക്കുന്നു. അവർ വെള്ളാറി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ നിന്നും 300 കിലോമീറ്റർ ദൂരത്തിലാണ് അവർ താമസിക്കുന്നത്. ഞങ്ങളിവിടെ ചിത്രദുർഗ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്, കർണാടക സ്റ്റേറ്റിലെ. അങ്ങനെ ആ ഫോണിൽ കൂടെയുള്ള സമ്പർക്കത്താൽ കണ്ണുനീരൊഴുക്കി അബ്രഹാമിന് വേണ്ടി പ്രാർത്ഥിച്ചു. അവൻ്റെ പേരും അബ്രഹാം എന്നാണ്. ഞങ്ങളാണ് അവന് അബ്രഹാം എന്ന് പേരിട്ടത്. ഞങ്ങളുടെ ഇവിടെ ചിത്രദുർഗയിൽ വസിച്ച കുഞ്ഞാണ് അവന്, കൊച്ചാണ് അവൻ. അവിടുന്ന് അവരുടെ അപ്പനും അമ്മയും സ്ഥലം മേടിച്ച് വെള്ളാറി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി അവിടെ ഒരാലയത്തിൽ പോകുന്നു. പക്ഷേ എന്നാലും ആഴ്ചയിൽ 1-2 പ്രാവശ്യം ഞങ്ങൾക്ക് ഫോൺ ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യും. അങ്ങനെ കരഞ്ഞുകൊണ്ട് എനിക്ക് ഫോൺ ചെയ്യുന്നു, എൻ്റെ മകൻ്റെ ഒരു കണ്ണ് പോയി, ഡോക്ടർമാരിനി കണ്ണ് വരത്തില്ലെന്ന് പറയുന്നു. ഞാൻ അവരോട് പറഞ്ഞു, ദൈവമാണ് അവനെ സൃഷ്ടി ചെയ്തിരിക്കുന്നത്. കുരുടന് ജനനം മുതൽ കുരുടനായവന് കണ്ണു കൊടുത്തു. ഇവന് ഇത്രയും നാൾ കണ്ണുണ്ടായിരുന്നു, ഇപ്പം കണ്ണ് പോയിട്ടും 4-5 ദിവസമല്ല ആയുള്ളൂ. ദൈവം അവന് കണ്ണ് കൊടുക്കും. നിങ്ങൾ കരയരുത്. അവൻ്റെ കൈ ഫോൺ കൊടുക്കാൻ പറഞ്ഞു. അവൻ്റെ കൈ ഫോൺ കൊടുത്തു. അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. നീ കണ്ണെ കൈപിടിക്കാൻ പറഞ്ഞു. അവൻ കൈപിടിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ ഇപ്പോൾ തന്നെ അവന് കാഴ്ച വരട്ടെ, കാഴ്ച വരട്ടെ, യേശുക്രിസ്തുവിൻ നാമത്തിൽ കാഴ്ച വരട്ടെ എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചു. അബ്രാമേ കാണുന്നല്ലോ എന്ന് പറഞ്ഞു. ഉടനെ അവൻ കാണുന്നുണ്ട് ആൻറ്റി എന്ന് പറഞ്ഞു. നിൻ്റെ അമ്മയെ വിളിച്ച് കൈയെല്ലാം വിരലെല്ലാം കാണിക്കാൻ പറഞ്ഞു, ഓരോ കളറും പറയിപ്പിക്കാൻ പറഞ്ഞു.
എല്ലാം പറഞ്ഞു. അവൻ്റെ മിനിഞ്ഞാന്ന് എനിക്ക് ഫോൺ ചെയ്ത് പറയുന്നു, ആൻറ്റി ആര് കണ്ണ് വരത്തില്ലെന്ന് പറഞ്ഞു. അവരുടെ എല്ലാം അടുത്ത് കൊണ്ടുപോയി ഇവൻ്റെ കണ്ണ് കാണിച്ച് സാക്ഷിയും പറഞ്ഞെന്ന്. എൻ്റെ യേശു എൻ്റെ കുഞ്ഞിന് കണ്ണ് കൊടുത്തു. ഒരു ചിത്രദുർഗയിൽ ഒരു ആൻറ്റി ഉണ്ട്, ആൻറ്റി പ്രാർത്ഥിച്ച ഉടനെ എൻ്റെ കുഞ്ഞിനെ കണ്ണും ദൈവം കൊടുത്തെന്ന് പറഞ്ഞു. എനിക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ മക്കളെ? എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പറ്റുന്നവനായ ഒരുവൻ എൻ്റെ കൂടെയുണ്ട്. അവനാണ് എൻ്റെ യേശു ക്രിസ്തു, അവനാണ് എൻ്റെ യേശു ക്രിസ്തു. എന്നോട് എത്രയോ പ്രാവശ്യം എൻ്റെ ദൈവം എൻ്റെ തോളത്തടിച്ചെന്നെ എഴുന്നേൽപ്പിച്ച് എന്നോട് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നോ, എന്തെല്ലാം, അതെല്ലാം ദൈവം നടത്തി തന്നു. എല്ലാം ദൈവം നടത്തി തന്നു. എൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കഷ്ടമുണ്ടെങ്കിലും മുട്ടുകുത്താൻ പറ്റുന്നവർ മുട്ടുകുത്തുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്ര സ്തോത്ര സ്തോത്ര. കരുണാസമ്പന്നനും നിത്യനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ പിതാവേ, ദൂരത്തും ചാരത്തും ആയിരിക്കുന്ന മക്കളുമായിട്ട് നിൻ്റെ അടുത്ത് വരുന്നപ്പാ നീ അനുഗ്രഹിക്കണമേ. ആ വയനാട്ടിൽ നടന്ന വിഷയമെല്ലാം നീ കാണുന്നുണ്ടല്ലപ്പാ. നീ അറിയാതെ അവിടെ ഒന്നും സംഭവിച്ചില്ലല്ലപ്പാ. എത്രയോ കുടുംബങ്ങളെ, എത്രയോ വ്യക്തികൾ, 600-ന്മേലെ ജനങ്ങൾ കർത്താവേ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടല്ലപ്പാ. അതുപോലെ എത്രയോ ജനങ്ങൾ ആശുപത്രിയിൽ കഴിയുന്നപ്പാ. എത്രയോ മക്കൾ കർത്താവേ മാതാപിതാക്കളില്ലാതെ അനാഥരായി കഴിയുന്നല്ലപ്പാ. ദൈവമേ നീ എല്ലാം കാണുന്നല്ലപ്പാ. അവർക്ക് വഴിയും വാതിലും നീ തുറക്കണമേ കർത്താവേ. കൈവിടല്ലപ്പാ, കൈവിടല്ലപ്പാ ദൈവമേ. യേശുവേ നിനക്ക് സ്തോത്രപ്പച്ച. അതുപോലെ കർത്താവേ അപ്പ കാൻസർ രോഗത്താലെ, പരാലിസിസ് രോഗത്താലെ, ട്യൂമർ രോഗത്താലെ, അപ്പ ഗോൾ ബ്ലാഡറിൽ കല്ല് കർത്താവേ, കിഡ്നിಯಲ್ಲಿ കല്ല്, ഏതെല്ലാം കഷ്ടങ്ങളിൽ ജനങ്ങൾ നരളാടുತ್ತಾ ಇದೆപ്പാ. ഹാർട്ട് പേഷ്യൻ്റ് ആಗಿ ഡിപ്രഷൻ മുഖാന്തരം എത്രയോ മക്കളുകൾ കർത്താവേ സമാധാനമില്ല, സന്തോഷമില്ലാതെ കഴിയുന്നല്ലപ്പാ. അവരോട് നീ ഇടപെടണമേ. സത്യദൈവത്തെ കാണുവാന്, ജീവിക്കുന്ന ദൈവത്തെ കാണുവാന് നീ ഇടയാക്കണമേ അപ്പച്ച. കൈവിടല്ലപ്പാ. അതുപോലെ കർത്താവേ വിവാഹം നടക്കാത്തവരുടെ വിവാഹം നടത്തി കൊടുക്കണമേ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണമേ കർത്താവേ. കടഭാരത്താൽ കഷ്ടപ്പെടുന്നവരുടെ കടഭാരം നീ മാറ്റിക്കൊടുക്കണമേ കർത്താവേ. ആദ്യ അവസാനം നീ കൂടെ ഇരിക്കണമേ കർത്താവേ. യേശുവേ നിനക്ക് സ്തോത്രപ്പച്ച, സ്തോത്രപ്പച്ച, സ്തോത്രപ്പച്ച. യേശുവേ നിനക്ക് സ്തോത്രപ്പച്ച. നീ പ്രവർത്തിക്കണമേ. എല്ലാ പാസ്റ്റർമാരെ, അച്ഛന്മാരെ, ഇവാഞ്ചലിസ്റ്റുകളെ നീ അനുഗ്രഹിക്കണമേ. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്റെ സുവിശേഷം എത്തിച്ചേരുവാൻ നീ സഹായിക്കണമേ കർത്താവേ. കൈവിടല്ലപ്പാ. ആദ്യ അവസാനം നീ കൂടെ ഇരിക്കണമേ കർത്താവേ. യേശപ്പത്ത കർത്താവേ നിനക്ക് സ്തോത്ര, സ്തോത്ര കർത്താവേ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം കർത്താവേ. ആരും ദൈവത്തിന് വേണ്ടി ഒന്നും കൊടുക്കുവാൻ ഇഷ്ടപ്പെടുന്നില്ലല്ലപ്പാ. നീ ഓരോരുത്തരുടെയും ഹൃദയത്തോട് ഇടപെടണമേ അപ്പാ. സഹായിക്കുവാൻ നീ സഹായിക്കണമേ അപ്പാ. സംസാരിക്കണമേ അപ്പാ. കൈവിടല്ലപ്പാ. ആദ്യ അവസാനം നീ കൂടെ ഇരിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ മിനിസ്ട്രിയെയും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന വിഷയം ഞങ്ങളെ ഫോൺ ചെയ്ത് അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്.